നമസ്കാരം. പറഞ്ഞ വാക്ക് നിന്ന നിൽപ്പിൽ മാറ്റി പറയാനും വേണമെങ്കിൽ പച്ചക്കള്ളം ഒരു മടിയും കൂടാതെ സത്യമായ രീതിയിൽ പറയാനും മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടാണ് സാധിക്കുക? അത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് കക്ഷി. നവകേരള സദസ്സിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു പരിപാടി നടക്കുന്നുണ്ട്. പരിപാടിയുടെ പേര് മുഖാമുഖമാണ്. ആ പരിപാടിയിലും ഇതേ രീതി തന്നെയാണ് മുഖ്യമന്ത്രി തുടരുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കുമ്പോൾ അത് വ്യക്തമാകും. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ വളർത്തിയെടുക്കും എന്നാണ് ഇത്തവണ മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം. പഠിക്കാനും മറ്റുമായി വിദേശത്ത് പോയവരെ തിരികെ കൊണ്ടുവരാനൊന്നും സാധിക്കില്ല എന്നും ഇതിനായി ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വഴി പ്രത്യേക പദ്ധതി നടപ്പിലാക്കുമെന്നുമെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിനും മറ്റുമായി കടൽ കടക്കുന്ന മലയാളികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയാണ് ഓരോ വർഷവും രേഖപ്പെടുത്തുന്നത്. അതിന്റെ പ്രധാന കാരണം കേരളത്തിലെ ഇപ്പോഴുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ അതൃപ്തി തന്നെയാണ്. ഇതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഇപ്പോൾ പൊതുരംഗത്ത് വളരെയധികം ചർച്ചയായിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിരിക്കുന്ന നേട്ടം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നേടാൻ വിദ്യാർത്ഥികളെ കൊണ്ട് കഴിയുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. കഴിയണമെങ്കിൽ അതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ഭരണ സംവിധാനം അല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ രീതി മാറ്റി അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കുണ്ട്. എന്നാൽ ആ ഉത്തരവാദിത്തങ്ങളൊന്നും നിറവേറ്റാതെയാണ് മുഖ്യമന്ത്രി ഇങ്ങനെ വാഗ്വാദങ്ങൾ അടിക്കുന്നത്. ഭാവി മുന്നിൽ കണ്ടാണ് സർക്കാർ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ സയൻസ് പാർക്ക് തുടങ്ങിയവയെല്ലാം തുടക്കമിടുന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം. കേരളം കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നതെന്നും മുഖ്യമന്ത്രി അവകാശപ്പെടുന്നു. രാജ്യത്തെ 200 മികച്ച കോളേജുകളിൽ 41 കേരളത്തിലുണ്ട് എന്നതാണ് മുഖ്യമന്ത്രി ഉയർത്തുന്ന ഏറ്റവും വലിയ വാക്ക്. വിദ്യാഭ്യാസ രംഗത്തെ ഹബ്ബാക്കി കേരളത്തെ മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു. കോഴിക്കോട് നടത്തിയ മുഖാമുഖം പരിപാടിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വാഗ്ദാനങ്ങളെല്ലാം. എന്നാൽ പ്രസ്താവന പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്കെതിരെ പരിഹാസങ്ങൾ നിറയുകയാണ്. ആദ്യം നേതാക്കന്മാരുടെ മക്കളെ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിച്ച് ഇവിടത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കൂ എന്നതാണ് സോഷ്യൽ മീഡിയയിലെ പല കമന്റുകളും. ഏതൊക്കെ നേതാക്കളുടെ മക്കളാണ് വിദേശത്ത് നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയതെന്ന് ഒരു കണക്കെടുത്താൽ അത് നന്നാകും എന്ന വിമർശനവും ഉയരുന്നുണ്ട്. പാവപ്പെട്ടവർ ലോണെടുത്തും കടം വാങ്ങിയുമൊക്കെ പഠിക്കാൻ പോകുന്നുവെന്നും അല്ലാതെ നാട്ടുകാരുടെ പണത്തിലല്ല പോകുന്നതെന്നും ആക്ഷേപവും ഉയരുന്നുണ്ട്. ഇത്തരം ആക്ഷേപവും നടത്തുന്ന കമന്റോളികളെയൊന്നും കുറ്റം പറയാൻ സാധിക്കുന്ന ഒരു സന്ദർഭമല്ല ഇപ്പോഴുള്ളത്. കാരണം മുഖ്യമന്ത്രിയുടെ മക്കൾ ഉൾപ്പെടെ നമ്പർ 1 എന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല എന്നിവയൊന്നും വിശ്വസിക്കാതെ പുറം രാജ്യങ്ങളിലേക്ക് ഇതിനെല്ലാം വേണ്ടി പോകുന്ന ഒരു സാഹചര്യം നാം കാണുന്നുണ്ട്. അവർ പുറം ലോകങ്ങളിൽ നിന്നാണ് വിദ്യാഭ്യാസം നേടുന്നതും പിന്നീട് പല കമ്പനികൾ തുടങ്ങുന്നതും പിന്നീട് മറ്റു ചില പദ്ധതികളെല്ലാം തരപ്പെടുത്തുന്നതെല്ലാം ഇത്തരത്തിൽ പുറം ലോകങ്ങളിൽ പോയിട്ടാണ്. അതായത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായി മുഖ്യമന്ത്രി ഈ പറയുന്ന തരത്തിലൊരു വളർച്ച ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഈ മന്ത്രിമാരുടെ മക്കളെല്ലാം പുറത്തു പോകുന്നത് എന്നൊരു ചോദ്യം വരുന്നുണ്ട്.